ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെയും ഇമ്പൾസ് ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ എഴുതാം. Laplace transform of a function f of t is defined as integral from 0 to infinity e raised to minus st into f of t dt provided this integral exists. ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്തിരിക്കണം എങ്കിൽ ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്നാണ് വിളിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ജസ്റ്റ് എഫ് ഓഫ് ടിയെ ഇ റൈസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശേഷം ആ പ്രോഡക്റ്റിനെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി, ലിമിറ്റ്സ് 0യും ഇൻഫിനിറ്റിയും എടുത്തുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എസ്സിലുള്ള ഒരു ഫംഗ്ഷനായിരിക്കും. അതിനെ ഫൈ ഓഫ് എസ് എന്നോ എഫ് ഓഫ് എസ് എന്നോ അല്ലെങ്കിൽ വൈ ഓഫ് എസ് എന്നോ അങ്ങനെ പല നൊട്ടേഷൻസ് ഉണ്ട്. എന്തായാലും എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈ ഓഫ് എസ് എന്നാണ്. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഡെഫിനിഷൻ. ഓക്കെ, നമുക്കാദ്യം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു 0 for t line minus infinity to a. And that is equal to 1 for t greater than a. t greater than or equal to a. Value is 1. ഇതാണ് ബേസിക്കലി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുന്ന പോലെ നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് എ ഇസ് എ കോൺസ്റ്റൻറ്റ് എന്നേ പറയുന്നുള്ളൂ. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ടി ഈക്വൽ ടു എ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ അതുവരെ ഫംഗ്ഷൻ വാല്യൂ 0 ആയിരിക്കും. എ ഓൺവേർഡ്സ് ദി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഈസ് 1 എന്നുള്ളതാണ്. അപ്പം ആ എയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു യൂണിറ്റ് ജമ്പ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റായിട്ട് പോകുന്നത്. അതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സ്റ്റെപ്പ് അറ്റ് ദി കോൺസ്റ്റൻറ്റ് എ എന്നുള്ളതാണ്. അപ്പോൾ എ നെഗറ്റീവ് ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും ആ ജമ്പിങ് വരിക. അപ്പോൾ കോൺസ്റ്റൻ്റ് എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ കേസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുന്നത് ഫ്രം 0 ടു എന്നാണ്. ടിയുടെ ലിമിറ്റ്സ് ആണല്ലോ 0യും ഇൻഫിനിറ്റിയും. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അതുകൊണ്ട് നമ്മൾ 0 മുതലുള്ള റേഞ്ചാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളതിന് കറസ്പോണ്ടിങ്ങിലി നമുക്കവിടെ 0 ടു എന്ന് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം പറയുമ്പോൾ നമ്മൾ അതിലെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. 0 to a, value of the function is 0, and a onwards, that means a to infinity, value of the function is 1. ഇതാണ് ഡെഫിനിഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് a equal to 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the unit step function is defined as u of t. a equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്റ്റെപ്പ് അറ്റ് ദി ഒറിജിൻ, സ്റ്റെപ്പ് അറ്റ് 0 എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് 0 അല്ല, ഒറിജിനിലായിരിക്കും ജമ്പിങ് ഉണ്ടാവുക. എന്നിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ ഡെഫിനേഷൻ യു ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0 ആൻഡ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഡെഫിനേഷനായിട്ട് അത് റെഡ്യൂസ് ചെയ്യുന്നു. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വാല്യൂ ഈസ് 1. for t less than 0, value is 0. അപ്പോൾ അങ്ങനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ജസ്റ്റ്
ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നു. Now Laplace transform of unit step function, that is u of t minus a. Laplace transform എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജനറൽ കേസായിട്ടുള്ള ഈ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. L of, that means Laplace transform of u of t minus a, that is equal to, by this definition we can write this equal to integral 0 to infinity e raised to minus st into f of t dt എന്നാണ്. ഈ കേസിൽ അത് u of t minus a dt എന്ന് എഴുതും, into u of t minus a dt. അപ്പോൾ ഇതിൽ u of t minus a എന്ന് വന്നിട്ടുണ്ട്. u of t minus a യുടെ ഡെഫിനിഷൻ ഇതാണ്. 0 മുതൽ a വരെ വാല്യൂ 0 ആണ്, a onwards വാല്യൂ അപ് ടു ഇൻഫിനിറ്റി വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന മൊത്തം റേഞ്ചിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 0 ടു ഇൻ്റഗ്രൽ 0 ടു a e റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം a ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് എസ് ടി യു ഓഫ് ടി മൈനസ് എ ഡി ടി. അപ്പോൾ ഇതിൽ 0 ടു എ എന്ന് പറയുമ്പം ഈ ഫസ്റ്റ് കേസാണ്, ഫംഗ്ഷൻ ഈസ് 0. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 ആവും, കാരണം ആ കേസിൽ ഇൻ്റഗ്രൻ്റ് 0 ആണ്, അതുകൊണ്ട് പിന്നെ ഇൻ്റഗ്രൽ മൊത്തത്തിൽ അത് 0 ആയി പോകുന്നു. സെക്കൻഡ് കേസിൽ a ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പം ഫംഗ്ഷൻ 1 ആണ്. അപ്പം ഈ കേസിൽ u ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് that is equal to integral, ഫസ്റ്റ് കേസിൽ ഇതെന്തായാലും 0 ആയിട്ട് പോയി, 0 പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം a ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 ഡി ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഇപ്പോൾ e റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ e raised to minus st divided by minus s between the limits a and infinity, that is equal to, integration with respect to t ആണ്. ഇപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ടിയിലാണ്, അതുകൊണ്ട് മൈനസ് 1/s എന്നുള്ളത് ഔട്ട് സൈഡ് എഴുതാം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus s into infinity എന്ന് വരും. ദാറ്റ് മീൻസ് e raised to minus infinity, ദാറ്റ് ടെൻസ് ടു 0 എന്നുള്ളതാണ്. e raised to minus infinity എപ്പോഴും 0 ആണ് അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. 0 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e റൈസ് ടു മൈനസ് എസ് ഇൻറ്റു എ എന്ന് വരും. ടി ഈക്വൽ ടു എ എന്ന് കൊടുത്താൽ e റൈസ് ടു മൈനസ് എസ് എ ഓർ എസ് എ എസ് എന്ന് തിരിച്ചു എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇത് നെഗറ്റീവാണ്, മൈനസ് e റൈസ് ടു മൈനസ് എ എസ്, ഈ പവർ മൈനസ് എ എസ് ആണ്, നെഗറ്റീവ് ഉണ്ട് ഇവിടെ. ഔട്ട് സൈഡിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, അത് രണ്ടുകൂടി ചേർന്നിട്ട് പോസിറ്റീവ് ആകും, പ്ലസ് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ എസ് എന്നാകും. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus a, that is equal to e raised to minus as divided by s, where a is a constant. നമ്മുടെ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ a എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, കാരണം 0 ടു ഇൻഫിനിറ്റി ആണല്ലോ നമ്മുടെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം പറയുമ്പോൾ, അതിൽ ടിയുടെ വേരിയേഷൻ. അപ്പോൾ എന്തായാലും ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി ഒരു നമ്പർ ആയിരിക്കും എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലർ കേസായിട്ട് എ ഈക്വൽ ടു 0 ആണെങ്കിൽ, എ ഈക്വൽ ടു 0 എന്നാവുന്ന കേസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി, ദാറ്റ്സ് ഈക്വൽ ടു e റൈസ് ടു 0/s എന്ന് വരും. ദാറ്റ് ഈസ് 1/s. സ്പെഷ്യൽ കേസായിട്ട് അത് നമ്മൾ എഴുതുന്നു. നെക്സ്റ്റ്
രണ്ട് ചെറിയ റിസൾട്ടുകളാണ്. ഒരു ഫംഗ്ഷനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കുമെന്നുള്ളതാണ്. എഫ് ഓഫ് ടി ടിയിലുള്ള ഒരു ഫംഗ്ഷനാണ്. അതിനെ യു ഓഫ് ടി മൈനസ് എന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും ഫോർ ടി ലെസ് ദാൻ എ ആൻഡ് എഫ് ഓഫ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. അപ്പോൾ ഇവിടെ യു ഓഫ് ടി മൈനസ് എ എന്നുള്ളത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. യു ഓഫ് ടി മൈനസ് ബി എന്നത് മറ്റൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ഒരു കണ്ടീഷനോട് പറയുന്നുണ്ട്. ഫോർ എ ലെസ് ദാൻ ബി, എ ലെസ് ദാൻ ബി, എയും ബി ഉള്ളതുകൊണ്ട് എ എന്ന കോൺസ്റ്റൻറ്റ് ബിയേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡെഫിനേഷൻ പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 വാല്യൂസാണ് ഉണ്ടാവുക. 0 ഉണ്ടാകും, 1 ഉണ്ടാകും, വീണ്ടും 0 ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ 1 വരുന്നത് ടിയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് വരുന്ന കേസിലാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി. മറ്റു കേസിലൊക്കെ 0, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി, ലെസ് ദാൻ എ. മൂന്നാമത്തെ 0 വരുന്നത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് ഡിഫറൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്നാണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി എന്നാണ് ഇവിടെ ഉള്ളത്. അത് നോട്ട് ചെയ്യുക. ആദ്യത്തെ കേസ് എഴുതുമ്പോൾ അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ സ്ട്രിക്ട്ലി ലെസ്. ഇപ്പോൾ ഇതിൽ ടി ഈക്വൽ ടു എ വന്നിട്ടില്ല, പക്ഷേ രണ്ടാമത്തതായപ്പോൾ ടി ഈക്വൽ ടു എന്നതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ടി ഈക്വൽ ടു ബി എന്നത് ഈ സെക്കൻഡിൽ ഇൻക്ലൂഡഡ് അല്ല, അത് തേർഡിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ്, ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പറയുമ്പം അതിൻ്റെ കൂടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അല്ലെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ നേരത്തെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്തപ്പം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ജസ്റ്റ് ആ പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇതാണ് പ്രോപ്പർട്ടി. ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എസ്, ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടി എന്ന ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ, എസിലുള്ള ഒരു ഫംഗ്ഷനാണ് എങ്കിൽ, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ e raised to minus as into phi of s, e raised to minus as into phi of s. ഇതിനെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഇതാണ്. എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ജസ്റ്റ് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അതിൽ ടിക്ക് പകരം ടി മൈനസ് എ എന്ന് റീപ്ലേസ് ചെയ്യുന്നതോട് കൂടി യു ഓഫ് ടി മൈനസ് എ കൊണ്ട് എഫ് ഓഫ് ടി മൈനസ് എ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൈ ഓഫ് എസ് ഇൻറ്റു നേരത്തെ ഉണ്ടായിരുന്നതാണ് ഫൈ ഓഫ് എസ്. ആ ഫൈ ഓഫ് എസിനെ ഇ റേസ് ടു മൈനസ് എ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
പിന്നെ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഇവിടെ അങ്ങനെ പറയാം, ഇഫ് L inverse Laplace transform of phi of s equal to f of t. Phi of s-ൻ്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി ആണെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും എൽ ഇൻവേഴ്സ് എന്ന് കൊടുത്താൽ അങ്ങനെ വരും. ദെൻ ഇവിടെ അതുപോലെ പറയാം, എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ്. ഇവിടെ എൽ ഇൻവേഴ്സ് എന്ന് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എൽ എന്ന് പറയുമ്പോൾ അത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററായിട്ട് അത് പിന്നെ എഴുതേണ്ട. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് വരും. അപ്പോൾ ഈ പ്രോപ്പർട്ടി അതിൻ്റെ ഇൻവേഴ്സ് കൂടി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ അതേ ഫംഗ്ഷനെ ഇ റൈസ് ടു മൈനസ് എ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എഫ് ഓഫ് ടിയിൽ ടി മൈനസ് എന്ന് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഇൻറ്റു യു ഓഫ് ടി മൈനസ് എന്ന് എഴുതി വെക്കുക. ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസും വെച്ചിട്ടുള്ള ഓരോ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്, ഇത് അതിൻ്റെ ഇൻവേഴ്സിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ രണ്ടാമത് എഴുതിയിട്ടുള്ളത്. ഇതിന് ശേഷം മറ്റൊരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം അതാണ്, ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 3t into u of t minus 2. e raised to minus 3t into u of t minus 2. ഈ പ്രോഡക്റ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതാണ് നമുക്കുള്ള റിസൾട്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ്, വേർ ഫൈ ഓഫ് എസ് ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ഓഫ് ടി മൈനസ് ടു, യു ഓഫ് ടി മൈനസ് എ രണ്ടും ഏകദേശം ഒരേപോലെയാണ്. വ്യത്യാസം ഇവിടെ എ ആണ്, ഈ എഴുതിയതിൽ 2 എന്നാണ്. ഓക്കെ, അപ്പം എ ഈക്വൽ ടു 2 ആണ് എന്ന ആ ഒരു യു ഓഫ് ടി മൈനസ് എ, യു ഓഫ് ടി മൈനസ് 2 എന്നുള്ളത് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എഫ് ഓഫ് ടി മൈനസ് എ എന്നാണ് പിന്നെ ഇവിടെ ഉള്ളത് ഉണ്ടായിരുന്നത് അതിൻ്റെ ആ റിസൾട്ടിൽ. നമുക്ക് പക്ഷേ ഇ റൈസ് ടു മൈനസ് 3t എന്നേ ഉള്ളൂ, അവിടെ ടി മൈനസ് എ എന്ന ഫോർമാറ്റിലില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടി മൈനസ് എ, അതായത് ഈ കേസിൽ ടി മൈനസ് ടു എന്ന ഫോർമാറ്റിൽ ഇവിടുത്തെ ടിയെ വരുത്തണം. അപ്പോൾ അത് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ആ ടേം മാത്രം കൺസിഡർ ചെയ്യാം. ഇ റൈസ് ടു മൈനസ് 3t, ഇ റൈസ് ടു മൈനസ് 3t. അതിന് നമുക്ക് ഇ റൈസ് ടു മൈനസ് 3t മൈനസ് 6 പ്ലസ് 6 എന്ന് എഴുതാം. ജസ്റ്റ് ആ എക്സ്പോണൻറ്റിൽ, അതായത് ആ പവറിൽ ഒരു 6 ആഡ് ചെയ്തു, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഒന്നുമില്ല, രണ്ടും സെയിം ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കറിയാമല്ലോ റിസൾട്ട് എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്നതിനെ നമുക്ക് എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്നും എഴുതാമല്ലോ. അതേപോലെ നമുക്കിവിടെ ഇത് ഒരുമിച്ച് കൺസിഡർ ചെയ്യാം, ഇത് രണ്ടും ഒരുമിച്ച് കൺസിഡർ ചെയ്യുക. പ്ലസ് 6 എന്നുള്ളത് സെക്കൻഡ് ടേം, അപ്പോൾ ഇവിടുത്തെ എമ്മിൻ്റെ സ്ഥാനത്ത് മൈനസ് 3t മൈനസ് 6, എന്നിൻ്റെ സ്ഥാനത്ത് 6 ആയിട്ടും കൺസിഡർ ചെയ്യുന്ന പോലെ. ദിസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3t മൈനസ് 6 ഇൻറ്റു ഇ റൈസ് ടു 6 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3 ഔട്ട്സൈഡ് എഴുതുകയാണെങ്കിൽ ഇവിടുന്ന് ഇതിൽ ടി മൈനസ് 2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 2 ഇത് തന്നെയാണ് ഇ റൈസ് ടു മൈനസ് 3t പ്ലസ് 2 ആണ്. അപ്പം സോറി, ഇതിൽ നമുക്ക് ഈ പ്ലസ് 6 ആയിരുന്നു കമ്പൈൻ ചെയ്യേണ്ടിയിരുന്നത്. ചെറിയൊരു ചേഞ്ച്. ഈ പവറിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഇ റൈസ് ടു മൈനസ് 3t ആ പവറിൽ ഒരു 6 ആഡ് ചെയ്യുന്നു, അത് സബ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് 2 ടേംസ് സിംഗിളായിട്ട് കൺസിഡർ ചെയ്യുക. ഇ റൈസ് ടു മൈനസ് 3t പ്ലസ് 6 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 6.
ആ എക്സ് റേസ് ടു എം പ്ലസ് എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്ത പോലെ. ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു ഇവിടെ നമുക്ക് ടി മൈനസ് 2 എന്ന് എഴുതാം. ഇതിൽ -3 ഔട്ട് സൈഡ് എഴുതുകയാണെങ്കിൽ -3t + 6 എന്നുള്ളതിനെ -3 ടൈംസ് ടി മൈനസ് 2 എന്ന് എഴുതാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയാണ് കിട്ടുക ഇൻറ്റു ഇ റേസ് ടു -6. ഇപ്പോൾ നമ്മൾ ഇ റേസ് ടു -3t എന്നുള്ള ആ ടേമിനെ ഇൻ ടേംസ് ഓഫ് ടി മൈനസ് 2 എന്ന് വരുന്ന രൂപത്തിലേക്കാക്കി. ഇ റേസ് ടു -6 എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അത് ആദ്യത്തിൽ നമ്മൾ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ദർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -3t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -3tക്ക് ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇ റേസ് ടു -3 ടൈംസ് ടി മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു -6. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്ന് കൂടിയുണ്ട്. ഇ റേസ് ടു -6 ദാറ്റ് ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ബാക്കി ഇവിടെയാണ് എഴുതുന്നത്, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്കറിയാം. കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഔട്ട് സൈഡ് എഴുതാമെന്നുള്ളതും നമുക്കറിയാം. ഇവിടെ ആ കോൺസ്റ്റൻറ്റിന് ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതുന്നു. ഇ റേസ് ടു -6 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -3 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അപ്പോൾ നമ്മുടെ ആ റിസൾട്ടിലുള്ള ഫോർമാറ്റിലായി എ ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്ന ഫോർമാറ്റിലായി. എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഫൈ ഓഫ് എസിനെ ഇ റേസ് ടു -as കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ കേസിൽ ഇ റേസ് ടു -2s കൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ, ഈ കേസിൽ അത് ഇ റേസ് ടു -3t ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എന്നാകും. ഓക്കെ, ടിക്ക് പകരം ടി മൈനസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്താണെന്ന് ചോദിച്ചാൽ ഈ കേസിൽ ഇ റേസ് ടു -3t എന്നാണ് പറയേണ്ടത്. അതിൽ ടിക്ക് ടി മൈനസ് 2 എന്ന് റീപ്ലേസ് ചെയ്ത് യു ഓഫ് ടി മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഫൈ ഓഫ് എസിനെ നമ്മൾ ഇ റേസ് ടു -2s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു -6 അതുപോലെ നമ്മൾ എഴുതുന്നു. ബൈ ദി സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി we can write this as e raised to -2s into Laplace transform of e raised to -3t. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി അതിൽ ഇ റേസ് ടു -3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കൂടി ജസ്റ്റ് എഴുതി വെക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു -6 ഇൻറ്റു ഇ റേസ് ടു -2s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -3t is ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -at ആണെങ്കിൽ 1/s + a ആണ്. അപ്പോൾ ഈ കേസിൽ അത് 1/s + 3 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഈ പവർ എന്നുള്ളത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഈ പവർ -2 ടൈംസ് s + 3. ഇവിടെ പവറിൽ ഈ പവർ -6 -2s എന്നാണ് വരിക. അതിൽ നിന്ന് -2 കോമൺ ആയിട്ട് എഴുതിയാൽ -2 ഇൻറ്റു s + 3 എന്ന് വരും. അതാണ് ഈ പവർ -2 ഇൻറ്റു s + 3 എന്നിവിടെ എഴുതിയത്. ഇൻറ്റു 1/s + 3 അല്ലെങ്കിൽ ഓൾ ഡിവൈഡഡ് ബൈ s + 3 എന്ന് എഴുതി വെച്ചാൽ മതി. ദിസ് ഈസ് ദി റിക്വയർഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ്, ദാറ്റ് ഈസ് ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -2s ഡിവൈഡഡ് ബൈ s - 3. അപ്പോൾ ഇത് ഫോർമുലാണ് ഇ റേസ് ടു -as ഇൻറ്റു ഫൈ ഓഫ് എസ്. ഇവിടെ ഫൈ ഓഫ് എസ് എന്നുള്ളത് 1/s - 3 എന്നാക്കി കൺസിഡർ ചെയ്യാം. 1/s - 3 എന്നുള്ളതാണ് ഈ കേസിൽ ഫൈ ഓഫ് എസിൻ്റെ സ്ഥാനത്തുള്ളത്.
ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഫൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സാണ്. ഫൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എഴുതുക, അതായിരിക്കും നമ്മുടെ എഫ് ഓഫ് ടി. അതിൽ ടിക്ക് ടി മൈനസ് എ എന്ന് റീപ്ലേസ് ചെയ്യുക, യു ഓഫ് ടി മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എ മൈനസ് എ എസ് എന്നാകുമ്പോഴാണ് അങ്ങനെ എഴുതേണ്ടത്. നമ്മുടെ ഈ കേസിൽ മൈനസ് 2s എന്നാണ്. അപ്പോൾ നമ്മൾ ടിക്ക് ടി മൈനസ് 2 എന്നാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ടേക്ക് phi of s as 1 by s minus 3. Then L inverse of phi of s ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതാം. ദാറ്റ് ഈസ് L inverse of 1 by s minus 3. ദാറ്റ് ഈസ് e raised to 3t. അതാണ് L ഇൻവേഴ്സ്. ഇതിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി എന്ന് നെയിം ചെയ്യുന്നത്. ഇനി എ ഈക്വൽ ടു 2 ആണ് ഈ കേസിൽ. ഇതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. അതിൽ എയുടെ സ്ഥാനത്ത് 2 ആണ്. മൈനസ് അവിടെ ഉണ്ട്, അത് ഓൾറെഡി ഇതിലുണ്ട്. എയുടെ സ്ഥാനത്തുള്ളത് 2 ആണ്. ടേക്ക് എ ഈക്വൽ ടു 2. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ ദർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു 1 ബൈ എസ് മൈനസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു ചെയ്യേണ്ടത് ടിക്ക് ടി മൈനസ് 2 എന്ന് റീപ്ലേസ് ചെയ്യുക. അതായത് ഇ റൈസ് ടു 3 ഇൻറ്റു ടി മൈനസ് 2, ഇ റൈസ് ടു 3 ഇൻറ്റു 2 മൈനസ് 2. ടിക്കാണ് നമ്മൾ ടി മൈനസ് 2 എന്ന് റീപ്ലേസ് ചെയ്യേണ്ടത് ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അതാണ് ആ കേസിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ടിക്ക് ടി മൈനസ് 2 എന്ന് റീപ്ലേസ് ചെയ്യുക. എഫ് ഓഫ് ടിയുടെ ഫൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എഴുതിയതിന് ശേഷം അതോടൊപ്പം ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്നുകൂടി എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.